എല്ലാം ക്ഷമിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഭയമുണ്ട്. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ചോർത്ത്. നെല്ലിശ്ശേരി പോലൊരു കുടുംബത്തിൽ നിന്നിറങ്ങി കൂട്ടുകാരന്റെ വീട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന നിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്ക. അപ്പൊ മനസ്സിലാവും നിന്റെ ജീവിതം എവിടെ പോയാ നിൽക്കുന്നതെന്ന്. ഇതെല്ലാം വരുത്തി വെച്ചത് നീയും അർച്ചനയും ചേർന്നല്ലേ? ഇപ്പൊ അവക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചുറ്റുമുള്ളവരാരൊക്കെ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ജീവിച്ചാ നിനക്ക് കൊള്ളാം. എന്തെങ്കിലും എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം വാ, നമുക്ക് പോവാം. ചെല്ല്. സന്ദീപേട്ട വന്നു. ഏട്ടാ കേറി വാ. സന്ദീപ് ആതിര, എനിക്കറിയണ്ട. സന്ദീപ് തിരിച്ചു വന്നില്ലേ? അച്ഛ ഇനി ആരോട് പിണങ്ങിയിരിക്കണ്ട. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അച്ഛൻ എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ആ ദേഷ്യം ഇവരോട് കാണിക്കരുത്.
ഇനി പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. എല്ലാം ശരിയായില്ലേ? അപ്പൊ ഇനി ഒരു പ്രശ്നമില്ലാതെ പഴയ പോലെ സമാധാനമായി എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ചു കഴിയാം. എന്റെ മൂന്നാമത്തെ ഏട്ടത്തെയായി എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും പുതിയ ജീവിതത്തിലേക്ക് കടക്കല്ലേ? അത് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് തന്നെ ആവട്ടെ. രണ്ടുപേരും അനുഗ്രഹം വാങ്ങിക്കുക. ഈ അച്ഛനത് എന്ത് പണിയാ കാണിച്ചേ? എന്ത് പണി കാണിച്ചൂന്ന്? എല്ലാരും കൂടി ആ മനുഷ്യനെ ചതിച്ച് മനസ്സ് തകർത്തതും പോരാ, ഇനി അനുഗ്രഹം കൂടി കൊടുക്കണോ? ദേ, മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. കയറിപ്പോ. എന്തായാലും അർച്ചനയുടെ ഉദ്ദേശമൊക്കെ നടന്നല്ലോ. പിന്നെ ഇനിയിപ്പോ എന്തിനാ അനുഗ്രഹം? എടുത്തി നടന്നതൊക്കെ എല്ലാരും മറക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് സന്ദീപിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഇനി സന്ദീപും ആതിരയും ഒന്നിച്ച് ജീവിക്കട്ടെ. എതിർപ്പുകളുമായി ഇനി ആരും നിൽക്കണ്ട. ഇതിന്റെ എല്ലാം കാരണക്കാരി നിന്റെ ഭാര്യ ആയതുകൊണ്ടും നിന്റെ ഭാര്യയുടെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതിയും സച്ചിക്കെല്ലാം ഇത്ര എളുപ്പത്തില് മറക്കാനും പൊറുക്കാനും കഴിയും. അങ്ങനെ ഒരു ഹാപ്പി എൻഡിൽ തീരുന്ന സംഭവം അല്ലിത്. മനസ്സ് വേദനിച്ചവര് വേറെ ഉണ്ട് ഇവിടെ. ആ വേദന അത്ര വേഗമൊന്നും മാറില്ല സച്ചി. എഴുത്തി ചെയ്ത മുഴുവൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അച്ഛനോടോ ഏട്ടത്തിയോടോ ആരോട് വേണമെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം. എന്നെ ഇവിടെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ ഇവിടെ എന്ത് തെറ്റാ ചെയ്തേ? പരസ്പരം സ്നേഹിച്ചതോ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതോ? എഴുതി പറയും. തെറ്റാണ്, തെറ്റാണ് സന്ദീപ് നീ ചെയ്തതെല്ലാം. നിനക്ക് ആരെ വേണേലും സ്നേഹിക്കാം, കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാം. അതൊക്കെ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാ. പക്ഷേ രഹസ്യമായി വിവാഹം കഴിക്കുകയും അതിൽ ഇവൾ ഗർഭിണിയാവുകയും ചെയ്തു എന്ന് പറയുമ്പോഴാ അത് നിന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതും മറ്റുള്ളവർ നാണം കെടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധം ഞാൻ എതിർത്തെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് നിനക്ക് അവളെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ? ഈ ഇടത്തെ എതിർത്തപ്പോ ആ ഇടത്തെയോട് പറഞ്ഞു. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അർച്ചന അത് നടത്തി തരുകയും ചെയ്തു. ഏടത്തി അമ്മയാവാൻ നോക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാ ഇതൊക്കെ. സ്നേഹിച്ചോ വാത്സല്യം കൊടുത്തോ നേടാനുള്ളതാ ഏടത്തി അമ്മ എന്നുള്ള സ്ഥാനം. അല്ലാതെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നിട്ടല്ല. ഞാനിതൊക്കെ പറയുമ്പോ സച്ചിക്ക് വിഷമം തോന്നുന്നു എനിക്കറിയാം. ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയാണെന്ന് അറിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം അർച്ചനയോട് ചോദിച്ചതെന്താണെന്നറിയോ സച്ചിക്ക്? അർച്ചനയെ ഞാൻ എന്തു പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന്. ആലോചിച്ചപ്പോ ശരിയാ. അർച്ചനയെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞപ്പോ പല രീതിയിൽ അച്ഛൻ എതിർത്തിരുന്നു. അപ്പൊ ഞാനാ പറഞ്ഞത്, പാവം കൊച്ചാണ്, നമ്മുടെ കൂടെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചോളും. ആ ഒരു ഉറപ്പല്ലേ തകർന്നത്? ഞാനും കുറ്റക്കാരി എന്ന നിലയിലാ പലപ്പോഴും അച്ഛൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണം വിട്ട് പറഞ്ഞു പോകുന്നതാ. ഇവർക്ക് അനുഗ്രഹം കൊടുക്കാതെ നമ്മുടെ അച്ഛൻ പോയത് എന്താണെന്നറിയോ? മനസ്സുകൊണ്ട് ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കാനാവില്ല അച്ഛന്.
അനുഗ്രഹത്തിനായിട്ട് അച്ഛന്റെ കാല് പിടിക്കുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിച്ച് അനക്കയുടെ കാലാ നീ പിടിക്കേണ്ടത്. ഞാൻ ആതിരയോട് വന്ന് പറഞ്ഞില്ല എനിക്ക് ദേഷ്യമൊന്നുമില്ലാന്ന്. പക്ഷേ അച്ഛൻ എന്തെങ്കിലും ക്ഷമിക്കുമ്പോ ഞാനും ഇത് അംഗീകരിക്കും. അതുവരെ നിങ്ങളുടെ ഒരു കാര്യം എനിക്കറിയണ്ട. ഇപ്പം താഴെ നടന്നതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അച്ഛനോ വന്തികെടുത്തിയ അനുഗ്രഹമൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന വിവാഹ രണ്ടാമത് മുടങ്ങിപ്പോയത്. അതിന്റെ ദേഷ്യം മാറാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറയാം. എന്നാൽ ഏട്ടത്തിയോട് കാണിക്കുന്ന ഈ അകൽച്ച സഹിക്കാൻ പറ്റാത്ത. ഇതിപ്പോ നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു കാര്യവും അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്തികടുത്തേക്കാണെങ്കിൽ ദേഷ്യവും. അതൊക്കെ ഒന്ന് മാറട്ടെ, എല്ലാം ശരിയാവും. പിന്നെ അർച്ചനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന് പറയാനാവില്ലല്ലോ. അതല്ലേ അർച്ചന അവന്തികടുത്തയോട് നിന്നെ തിരികെ കൊണ്ടുവരണമെന്ന് കാര്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോ ഏട്ടത്തേക്ക് കാര്യം മനസ്സിലായതും അച്ഛനോട് സംസാരിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ സമ്മതിച്ചതും. എന്റെ ഇവന്റെയും കാര്യത്തില് കൂടുതലായി തലയിട്ടതിന് അച്ചുചേച്ചി ഇപ്പോ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങളെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതൊക്കെ പോട്ടെ. നീ എന്നല്ല, ആരും കരുതിയതല്ല നടന്നതും നടക്കുന്നതും. സച്ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറുമ്പോൾ എല്ലാം ശരിയാവും. നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ താനെ അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. എൻ്റെ കാര്യം ഞങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. നിങ്ങളെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുക, ഒരുമിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് രണ്ടും ഇപ്പം നടന്നു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ സമയം പോലെ മാറിക്കോളും. എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ, അത് മതി എനിക്ക്. നമ്മൾ ശരിക്കും ഇവിടുത്തെ അച്ഛൻ്റെയും അവന്തികടത്തെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ളവരെക്കാൾ നമ്മളോട് ഏറ്റവും ദേഷ്യമുള്ളവരാ തൻ്റെ വീട്ടുകാര്. അവരെ ഇനി എന്ത് പറഞ്ഞാണാവോ സമാധാനിപ്പിക്കുന്നതും പിണക്ക് മാറ്റുന്നതും. അനൂപേട്ടനൊക്കെ നല്ല ദേഷ്യം ഉണ്ടാവും. അത്രയ്ക്കും വഴക്കുകൂടിയല്ലേ ഇവിടുന്ന് പോയത്. പിന്നെ ആതിര അവരെ അവഗണിച്ച് ഇറങ്ങി വരികയും ചെയ്തു. ശരിക്കും പ്രധാന പ്രശ്നം കിടക്കുന്നത് അവിടെയാ. രണ്ടുപേരെ തമ്മിൽ സ്നേഹിക്കുകയും അവരവരുടെ ഇഷ്ടത്തിന് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു വീട്ടിൽ നടക്കുന്നതേ ഇവിടെ നടന്നിട്ടുള്ളൂ സച്ചേട്ട. പിന്നെ അപമാനഭാരം ദേഷ്യമാവുന്നേ ഉള്ളൂ. അനുപേണ്ണ ആതിര ഇങ്ങോട്ട് വരുന്നതിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് സച്ചേട്ടൻ അറിയാലോ. പിന്നെ സന്ദീപായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ. അതിൻ്റെ കൂടെ ആതിര ഗർഭിണിയായി. ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറം. എല്ലാം ശരിയാവുന്ന പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയൂ. എന്തായാലും എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ, അത് തന്നെ ആശ്വാസം.
സച്ചി, സച്ചി. ഓ, അവരിവിടെ ഇല്ല. ഡയറി എവിടെയാ കൊണ്ടുവച്ചിട്ടുണ്ടാവുക? ആ ചേച്ചി, ചേച്ചി എന്താ ഇവിടെ? അത് നീ വാ. വന്നേ. അപ്പൊ ചേച്ചിയുടെ എന്തോ രഹസ്യങ്ങൾ അടങ്ങിയ ഡയറി അർച്ചനയുടെ ആ മുറിയിലുണ്ട്. അതെ, എന്ത് വില കൊടുത്തു എനിക്കത് വേണം. അങ്ങനെയാണേല് കുറച്ച് പണം ഓഫർ ചെയ്യ അർച്ചനയ്ക്ക്. നീ തമാശകളാ. എന്നിട്ട് എന്താ വഴിയെന്ന് പറ. വഴിയെന്ന് പറയുമ്പോ ചേച്ചി ചെയ്ത് തന്നെയാണ് വഴി. മോഷ്ടിച്ചെടുക്കണം. അതിന് പറ്റില്ലല്ലോ. ആ മുറി മുഴുവൻ ഞാനിപ്പോ അരിച്ചു പറക്കി നോക്കി. അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കുക അവള്. അതിന്റെ കീയോട്ട് കാണാനുമില്ല. അല്ലെങ്കിൽ നമ്മളെ പേടിച്ച് അവള് കയ്യിൽ കൊണ്ടിടക്കാവും. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും. അത്രയ്ക്കും സമാധാനക്കേടുണ്ടാവണമെങ്കിൽ ചില്ലറ കാര്യം അല്ല അതിലെ ഉള്ളടക്കം. എന്താണ് സംഭവം? അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. അതിനർത്ഥം ഞാനതേപ്പറ്റി അറിയണ്ടെന്നാണല്ലോ. ശരി, ഞാൻ എന്റെ അടുത്ത് തന്നാ എനിക്ക് എന്ത് തരും? എന്തു വേണേലും തരും. ഇപ്പൊ എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായി. വലിയൊരു സംശയവും തീർന്നു. ആ ഡയറി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സന്ദീപിനെ അർച്ചന ഇവിടെ എത്തിച്ചത്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ, മറ്റു മാർഗങ്ങളില്ലാതായിപ്പോയി. കൂടുതൽ ആലോചിക്കാൻ അവള് സമയവും തന്നില്ല. അത് ശരി. അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് അവളുടെ കയ്യിലിരിക്കുന്ന അപകടമാണെങ്കിൽ ഇനി അത് അവളുടെ കയ്യിൽ വേണ്ട. ചേച്ചി സമാധാനായിട്ടിരിക്കെ. ഇനി അത് വെച്ച് അവള് ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. എന്താ പോരെ? ഹലോ, എന്താണ് വല്ലാത്തൊരു സന്തോഷമാണല്ലോ മുഖത്ത്? ഏയ് ഒന്നുമില്ലടേ, സന്ദീപ് തിരിച്ചു വന്നില്ലേ, അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. അതൊക്കെ ശരി. എന്താ കയ്യില്? അത് അത് അർച്ചനയ്ക്കൊരു ഗിഫ്റ്റാ. എന്തിന്? ഇന്നെന്താ എടുത്തിട്ട് ബർത്ത്ഡേ വലുതാണോ? അല്ലല്ല, ഇത് മറ്റൊരു കാര്യത്തിനാ. മറ്റൊരു കാര്യോ? കിടന്നുരുളാതെ എന്റെ പൊന്നാങ്ങളുള്ള സത്യം അങ്ങ് പറഞ്ഞേ. എന്തിനാ എടുത്തേക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ്? അത് മറ്റൊന്നും കൊണ്ടല്ലടി, അർച്ചന കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടാ സന്ദീപ് തിരികെ വന്നത്. അതിന്റെ സന്തോഷത്തിന് അവക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റായത്. ദേഷ്യത്തിലിരിക്കുന്ന അച്ഛനെ അവന്റെ എടുത്തേയും എന്ത് പറഞ്ഞ ഏട്ടത്തെ സമ്മതിപ്പിച്ച്? എത്ര ദേഷ്യം കാണിച്ചാലും അവരുടെ ഉള്ളില് അവനോട് സ്നേഹം ഉണ്ടാവുമല്ലോ. അർച്ചന സംസാരിച്ചപ്പോ ഏട്ടത്തിക്ക് അച്ഛന് തോന്നിയിട്ടുണ്ടാവും സന്ദീപിനെ തിരിച്ചു വിളിക്കാന്ന്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ഞാനേ ഇത് അർച്ചനയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ? ആയിക്കോട്ടെ. പിന്നെ ആതിര ഇവിടേക്ക് കയറ്റാൻ ഞാനും കുറച്ച് മഴ കൊണ്ടതാണേ. എനിക്കും തരണേ ഗിഫ്റ്റ്. നീ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. ഓക്കെ? ഓക്കെ.
വിജയ് ജീവിച്ചിരുന്നപ്പോ അദ്ദേഹം തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ദേ നോക്കി, ഇതില് താൻ അവന്തികയുമായി ചേർന്ന് പല രീതിയിലും കമ്പനിയിൽ നിന്നും പൈസ വെട്ടിച്ചിട്ടുണ്ടെന്നും അവന്തികയുടെ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരി അവന്തികയായിരിക്കുമെന്നും ഇതെന്റെ മരണമൊഴിയായി സ്വീകരിക്കണമെന്നൊക്കെ നല്ല വെടുപ്പായിട്ട് ഈ ഡയറിയിൽ വിജയ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ആവശ്യം എന്തെങ്കിലും വരുമ്പോൾ ആകെയുള്ളൊരു പിടിവള്ളിയായത്.